ലുസൈലിലെ ആ ചരിത്ര രാത്രി. ഫുട്ബോൾ ലോകകപ്പ് അർജന്റീനയ്ക്ക് സ്വന്തമായ ദിനം. ആ വിജയത്തിനു ശേഷം ലയണൽ മെസ്സി അർജന്റീനയിലേക്ക് മടങ്ങിയത് ഒരു സാധാരണ ഫുട്ബോൾ താരമായല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ രക്ഷകനായാണ്. വർഷങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും നേരിടുന്ന ആ രാജ്യത്തിന് ലോകകപ്പ് വിജയം വലിയ ആശ്വാസമായിരുന്നു. 36 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കിരീടം കൊണ്ടുവന്ന മെസ്സിയെയും സംഘത്തെയും വരവേൽക്കാൻ ബ്യൂണസ് ഐറസിലെ തെരുവുകളിലെത്തിയത് 50 ലക്ഷത്തിലധികം ആളുകളാണ്. ആകാശത്തു നിന്ന് നോക്കിയാൽ നീലക്കടൽ പോലെ തോന്നിച്ച ആ ജനസമുദ്രത്തിന് നടുവിലൂടെ ലോകകപ്പുമായി നീങ്ങിയ ആ നിമിഷം മെസ്സിയുടെ സ്വപ്ന സാഫല്യത്തിന്റെ പൂർണ്ണതയായിരുന്നു. വിശ്വകിരീടം കൂടി കൈക്കലാക്കിയതോടെ മെസ്സി ഫുട്ബോൾ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി. ലോകം അദ്ദേഹത്തെ ആദരിച്ചത് സമാനതകളില്ലാത്ത രീതിയിലായിരുന്നു. തെക്കേ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ മെസ്സിയെ ആദരിച്ചത് ഫുട്ബോൾ പ്രപഞ്ചത്തിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. മെസ്സിയുടെ ഒരു പൂർണ്ണകായ പ്രതിമ അവർ അനാവരണം ചെയ്തു. ഇതിഹാസങ്ങളായ പെലെയ്ക്കും മറഡോണയ്ക്കുമൊപ്പമായിരുന്നു ആ പ്രതിമ. ആദരവുകൾ അവിടെയും അവസാനിച്ചില്ല. ലോകകപ്പ് കാലത്ത് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ മെസ്സി താമസിച്ചിരുന്ന B201 എന്ന മുറി ഇനി ആർക്കും താമസിക്കാൻ നൽകില്ലെന്ന് ഖത്തർ ഭരണകൂടം പ്രഖ്യാപിച്ചു. ആ മുറി ഒരു മിനി മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ലോകകപ്പ് താരം താമസിച്ച മുറി മ്യൂസിയമാക്കുന്നത്. സ്വന്തം നാട്ടിൽ മെസ്സി ദൈവത്തെപ്പോലെ വാഴ്ത്തപ്പെട്ടു. മെസ്സിയുടെ ചിത്രം 1000 പെസോയുടെ കറൻസിയിൽ അച്ചടിക്കാൻ അർജന്റീന സെൻട്രൽ ബാങ്ക് ആലോചിക്കുന്നു എന്ന വാർത്ത ലോകമെമ്പാടും വലിയ തരംഗമുണ്ടാക്കി. ഇതിഹാസത്തോടുള്ള ഒരു രാജ്യത്തിന്റെ നന്ദി പ്രകടനമായിരുന്നു അത്. കൂടാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാന ട്രെയിനിംഗ് സെന്ററായ കാസ ഡി എസൈസ ഇനി മുതൽ ലയണൽ ആൻഡ്രേസ് മെസ്സി എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്നും അറിയിച്ചു. ക്ലബ് ഫുട്ബോളിലെ സകല നേട്ടങ്ങളും സ്വന്തമാക്കിയ മെസ്സി തന്റെ രാജ്യത്തിനു വേണ്ടി ആ വിശ്വകിരീടം കൂടി നെഞ്ചോട് ചേർത്തതോടെ ഫുട്ബോൾ എന്ന കായിക വിനോദം തന്നെ പൂർണ്ണതയിലെത്തുകയായിരുന്നു. ചരിത്രം മെസ്സിക്ക് മുൻപും മെസ്സിക്ക് ശേഷവുമെന്ന് രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം. ഈ മഹാവിജയത്തിന്റെ ലഹരിയിലും മെസ്സിയെ കാത്ത് ചില വെല്ലുവിളികൾ കടന്നു വരുന്നുണ്ടായിരുന്നു. അർജന്റീനയിൽ മെസ്സിയും സംഘവും ലോകകപ്പ് നേടിയതിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോഴേക്കും ഫ്രാൻസ് തങ്ങളെ തോൽപ്പിച്ച എതിരാളിയായാണ് മെസ്സിയെ കണ്ടത്. ലോകകപ്പ് വിജയത്തിന് ശേഷം മെസ്സി തന്റെ ക്ലബ്ബായ PSG മടങ്ങിയപ്പോൾ അവിടെ കാര്യങ്ങളൊട്ടും ശുഭകരമായിരുന്നില്ല. ഫ്രാൻസിന്റെ ഹീറോയായ കിലിയൻ എംബാപ്പയുടെ ഹാട്രിക് ഗോളുകൾ മറികടന്ന് മെസ്സി കിരീടമുയർത്തിയത് ഫ്രഞ്ച് ആരാധകർക്ക് വലിയ ആഘാതമായിരുന്നു. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലെ ക്ലബ്ബായ PSG മെസ്സി കളിക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ തകർത്ത ഒരാളെ അംഗീകരിക്കാൻ അവിടുത്തെ കടുത്ത ആരാധകർക്ക് സാധിച്ചില്ല. സാധാരണഗതിയിൽ സ്വന്തം മൈതാനത്ത് കളിക്കുമ്പോൾ ആരാധകർ താരങ്ങളെ പിന്തുണയ്ക്കുകയാണ് പതിവ്. എന്നാൽ ലോകകപ്പിന് ശേഷം പാർക്ക് ഡേ പ്രിൻസസ് സ്റ്റേഡിയത്തിൽ മെസ്സി പന്തുമായി നീങ്ങുമ്പോഴെല്ലാം ഒരു വിഭാഗം ആരാധകർ വലിയ ശബ്ദത്തിൽ കൂവാനും പ്രതിഷേധിക്കാനും തുടങ്ങി. ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി കാണിച്ച ആവേശം
PSG വേണ്ടി മെസ്സി കാണിക്കുന്നില്ലെന്ന പരാതിയും അവർക്കുണ്ടായിരുന്നു. PSG ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായപ്പോൾ ഈ പ്രതിഷേധം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. മെസ്സിയെയും നെയ്മറെയും അവരൊരുപോലെ ലക്ഷ്യം വച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസത്തെ ലോകകപ്പ് നേടിയ തൊട്ടടുത്ത മാസങ്ങളിൽ സ്വന്തം ക്ലബ് ആരാധകർ തന്നെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് കായിക ലോകത്തിന് വിശ്വസിക്കാനായില്ല. ബാഴ്സലോണയിൽ മെസ്സിക്ക് ലഭിച്ചിരുന്ന സ്നേഹവും ബഹുമാനവും പാരീസിൽ ലഭിക്കുന്നില്ല എന്നത് ലോകമെമ്പാടുമുള്ള ആരാധകരെ വേദനിപ്പിച്ചു. ഈ പ്രതിഷേധങ്ങൾക്കിടയിലും മൈതാനത്ത് മെസ്സി തന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടിയില്ല. 2022-23 സീസണിലെ ഫ്രഞ്ച് ലീഗ് കിരീടം PSG നേടിക്കൊടുക്കുന്നതിൽ മെസ്സി നിർണായക പങ്കുവഹിച്ചു. കിരീടം നിർണയിച്ച സ്ട്രാസ്ബർഗിനെതിരായ മത്സരത്തിൽ ഗോൾ നേടിയത് മെസ്സിയായിരുന്നു. ഇതോടെ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് മെസ്സി മറികടന്നു. പാരീസിലെ ആരാധകർ അദ്ദേഹത്തെ കൂവി വിളിക്കുമ്പോഴും ആ സീസണിൽ 16 ഗോളുകളും 16 അസിസ്റ്റുകളുമായി ലീഗിലെ ഏറ്റവും മികച്ച പ്ലേ മേക്കറായി മെസ്സി തിളങ്ങി. PSG വേണ്ടി തുടർച്ചയായ 2ാം ലീഗ് കിരീടം മെസ്സി നേടിക്കൊടുത്തു. എങ്കിലും ആ വിജയങ്ങൾക്കൊന്നും മെസ്സിയും ക്ലബും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ മാറ്റാൻ കഴിഞ്ഞില്ല. ക്ലബിന്റെ അനുവാദമില്ലാതെ സൗദി അറേബ്യ സന്ദർശിച്ചു എന്നാരോപിച്ച് ക്ലബ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് മെസ്സിയെ ചൊടിപ്പിച്ചു. ലോകകപ്പ് നേടിയ തന്നെ സ്വന്തം ക്ലബ്ബ് മാത്രം വേണ്ട രീതിയിൽ ആദരിച്ചില്ലെന്ന പരിഭവം മെസ്സിക്കുമുണ്ടായിരുന്നു. പാരീസിലെ ആ കൈപ്പേറിയ ദിനങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം ബാഴ്സലോണയിലേക്കോ സൗദി അറേബ്യയിലേക്കോ പോകുമെന്ന് ലോകം കരുതിയെങ്കിലും മറ്റൊരു വഴിത്തിരിവാണ് സംഭവിച്ചത്. വിജയങ്ങളുടെയും ആഘോഷങ്ങളുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ലയണൽ മെസ്സിയെ വ്യക്തിപരമായി തളർത്തിയ ഒരു കറുത്ത അധ്യായം 2023 തുടക്കത്തിൽ അരങ്ങേറി. ലോകകപ്പ് നേടി മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ അർജന്റീനയിലെ മെസ്സിയുടെ ജന്മനാടായ റൊസാരിയോയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവന്നു. 2023 മാർച്ച് മാസം പുലർച്ചെയുള്ള സമയം. മെസ്സിയുടെ ഭാര്യ ആന്റോണല്ല റൊക്കോസോയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യൂണിക്കോ എന്ന സൂപ്പർ മാർക്കറ്റിന് നേരെ 2 മോട്ടോർ സൈക്കിളുകളിലെത്തിയ അക്രമികൾ വെടിയുതിർത്തു. 14 തവണയാണ് അവരാ കടയുടെ ഷട്ടറുകളിലേക്ക് നിറയൊഴിച്ചത്. വെറുമൊരു വെടിവയ്പായിരുന്നില്ല അത്. ലോകമാരാധിക്കുന്ന ഒരു ഇതിഹാസത്തിന് നേരെയുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സംഭവസ്ഥലത്ത് അക്രമികൾ ഉപേക്ഷിച്ച ഒരു കുറിപ്പിലെ വാക്കുകൾ അർജന്റീനയെയും മെസ്സി ആരാധകരെയും ഒരുപോലെ ഭയപ്പെടുത്തി. മെസ്സി, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്. യാവ്കിൻ ഒരു മയക്കുമരുന്ന് വ്യാപാരിയാണ്. അയാൾക്ക് നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ കുറിപ്പിലെ ഭീഷണി. റൊസാരിയോയുടെ മേയർ യാവ്കിനെതിരെ പ്രവർത്തിക്കുന്ന ചില അധോലോക സംഘങ്ങളായിരുന്നു അതിന് പിന്നിൽ. മെസ്സിയുടെ പ്രശസ്തിയും സ്വാധീനവും ഉപയോഗപ്പെടുത്തി ലോകശ്രദ്ധ നേടാനുള്ള ശ്രമവും ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നു. അതോടെ തന്റെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആകുലത മെസ്സിയെ വല്ലാതെ അലട്ടി. സ്വന്തം നാട്ടിൽ ദൈവത്തെപ്പോലെ വാഴ്ത്തപ്പെടുമ്പോഴും
അവിടെ തന്റെ കുടുംബം സുരക്ഷിതരല്ലെന്ന യാഥാർത്ഥ്യം മെസ്സിയെ വേദനിപ്പിച്ചു. പാരീസിലെ ഫുട്ബോൾ മൈതാനങ്ങളിൽ ആരാധകർ കൂവി വിളിക്കുമ്പോൾ മറുവശത്ത് ജന്മനാട്ടിൽ തന്റെ കുടുംബം വധഭീഷണി നേരിടുന്ന അവസ്ഥ. സമ്മർദ്ദങ്ങളുടെ ഈ ചക്രവ്യൂഹത്തിൽ നിന്നും മോചിതനാകാൻ മെസ്സി ആഗ്രഹിച്ചു. പണത്തെക്കാളും റെക്കോർഡുകളെക്കാളും ഉപരിയായി തന്റെ ഭാര്യയുടെയും മക്കളുടെയും സുരക്ഷയ്ക്കും സമാധാനത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. അങ്ങനെ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് 2023 ജൂണിൽ മെസ്സി തന്റെ പുതിയ ലക്ഷ്യസ്ഥാനം പ്രഖ്യാപിച്ചു. അമേരിക്കൻ ലീഗ് ക്ലബ്ബായ ഇന്റർ മയാമി. ബാഴ്സലോണയിലേക്കുള്ള വൈകാരികമായ മടക്കമോ സൗദിയിലെ കോടികളുടെ വാഗ്ദാനമോ തിരഞ്ഞെടുക്കാതെ തന്റെ കുടുംബത്തിന്റെ സമാധാനത്തിനും ഫുട്ബോളിന്റെ പുതിയൊരു വിപണി തുറക്കാനുമായിരുന്നു മെസ്സി ശ്രമിച്ചത്. എനിക്കിനി ഒന്നും തെളിയിക്കാനില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് സമാധാനവും കുടുംബത്തോടൊപ്പമുള്ള സമയവുമാണ് എന്ന മെസ്സിയുടെ വാക്കുകൾ ആ തീരുമാനത്തിന് പിന്നിലെ മനുഷ്യനെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. പാരീസിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ആരാധകരുടെ അവഹേളനങ്ങളിൽ നിന്നും വിടവാങ്ങി മെസ്സി അമേരിക്കൻ മണ്ണിലേക്ക് പറന്നത് കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായി. ഇന്റർ മയാമിയിൽ മെസ്സി എത്തിയതോടെ അമേരിക്കയിൽ ഒരു മെസ്സി വിപ്ലവം തന്നെ ആരംഭിച്ചു. കളിക്കളത്തിൽ ഏറ്റവും താഴെയായിരുന്ന ക്ലബിനെ മെസ്സി ഒറ്റയ്ക്ക് തന്റെ തോളിലേറ്റി. ലൂയിസ് സുവാരസ്, സെർജിയോ ബുസ്ക്വറ്റ്സ്, ജോർഡി ആൽബ എന്നീ പഴയ ബാഴ്സലോണ സുഹൃത്തുക്കളും മെസ്സിക്കൊപ്പം മയാമിയിൽ ഒന്നിച്ചു. മെസ്സി എത്തുന്ന സമയത്ത് ഇന്റർ മയാമി അമേരിക്കൻ ലീഗിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ടീമുകളിലൊന്നായിരുന്നു. തുടർച്ചയായ തോൽവികളും പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനവും കാരണം ആത്മവിശ്വാസം തകർന്ന നിലയിലായിരുന്നു ആ ക്ലബ്ബ്. എന്നാൽ മെസ്സിയുടെ വരവോടെ എല്ലാം മാറിമറിഞ്ഞു. വെറും ഒരു മാസത്തിനുള്ളിൽ ക്ലബിന്റെ ഷെൽഫിലേക്ക് അവരുടെ ആദ്യത്തെ പ്രധാന കിരീടമായ ലീഗ്സ് കപ്പ് മെസ്സി നേടിക്കൊടുത്തു. അമേരിക്കയിലെയും മെക്സിക്കോയിലെയും കരുത്തരായ ക്ലബ്ബുകൾ മാറ്റുരച്ച ആ ടൂർണമെന്റിലുടനീളം മെസ്സി എന്ന മാന്ത്രികന്റെ വിശ്വരൂപം ദൃശ്യമായി. അരങ്ങേറ്റ മത്സരത്തിൽ മെക്സിക്കൻ ക്ലബ്ബായ ക്രൂസ് അസൂളിനെതിരെ മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബോക്സിന് പുറത്തുനിന്ന് മെസ്സി തൊടുത്ത ആ ഉജ്ജ്വലമായ ഫ്രീ കിക്ക് ഗോൾ അതൊരു സൂചനയായിരുന്നു. മയാമിയിൽ ഇനി മെസ്സി യുഗം തുടങ്ങുകയാണ് എന്ന സൂചന. ടൂർണമെന്റിലെ ഓരോ മത്സരത്തിലും മെസ്സി ഗോളുകൾ അടിച്ചുകൂട്ടി. കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് മെസ്സി ആകെ 10 ഗോളുകളാണ് നേടിയത്. ലോകകപ്പ് നേടി തന്റെ കരിയർ പൂർണ്ണമാക്കിയെന്ന് കരുതിയവർക്ക് മുൻപിൽ വീണ്ടും ഗോളുകൾ അടിച്ചുകൂട്ടി മെസ്സി വേട്ട തുടർന്നുകൊണ്ടിരുന്നു. അമേരിക്കൻ മണ്ണിൽ ഓരോ മത്സരവും മെസ്സി ഷോയായിരുന്നു. സെലിബ്രിറ്റികളും ഹോളിവുഡ് താരങ്ങളും ആ മാന്ത്രികന്റെ കളി കാണാൻ ഗാലറികളിൽ തടിച്ചുകൂടി. മയാമി എന്ന ക്ലബ്ബ് ഒരു ബ്രാൻഡായി വളർന്നു. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറയെ തന്നെ അമേരിക്കയിൽ സൃഷ്ടിക്കാൻ മെസ്സിക്ക് സാധിച്ചു. ഫൈനലിൽ നാഷ്വിൽ SCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ഇന്റർ മയാമി കിരീടമുയർത്തുമ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആശ്ചര്യപ്പെട്ടു. ഈ കിരീട നേട്ടത്തോടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ട്രോഫികൾ നേടിയ താരമെന്ന ലോക റെക്കോർഡ് മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു. 44 കിരീടങ്ങൾ. ഈ വിജയഗാഥകൾക്കിടയിലാണ് 2023 ഒക്ടോബറിൽ ആ വാർത്തയെത്തുന്നത്. ലോകത്തെ മികച്ച താരത്തിനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം മെസ്സിക്ക്.
ഫുട്ബോൾ ലോകത്തൊരാൾ 8 തവണ ബാലൻ ഡിയോർ നേടുക എന്നത് അവിശ്വസനീയമായ കാര്യമാണ്. 5 പുരസ്കാരങ്ങളുമായി രണ്ടാമതുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ മെസ്സി ഏറെ മുന്നിലെത്തിയതോടെ ലോകത്തെ ഏറ്റവും മികച്ച താരമാരാണെന്ന ചോദ്യത്തിന് ഉത്തരമായി. 2022 ലോകകപ്പിലെ വിസ്മയ പ്രകടനമാണ് 36-ാം വയസ്സിലും അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2023 ഒക്ടോബർ 30-നായിരുന്നു പുരസ്കാരദാന ചടങ്ങ്. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ 63-ാം ജന്മദിനമായിരുന്നു അന്ന്. കരിയറിന്റെ തുടക്കം മുതൽ മെസ്സി നേരിട്ട ഏറ്റവും വലിയ ചോദ്യം നിങ്ങൾക്ക് മറഡോണയെപ്പോലെ അർജന്റീനയ്ക്ക് ഒരു ലോകകപ്പ് നേടിക്കൊടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു. ആ ചോദ്യത്തിന് മറുപടി നൽകി. ലോക കിരീടവുമായി നിൽക്കുന്ന മെസ്സി തന്റെ വിജയം മറഡോണയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. ഇന്നെനിക്ക് ഡീഗോയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജന്മദിനമാണിന്ന് എന്ന മെസ്സിയുടെ വാക്കുകൾ ഫുട്ബോൾ ആരാധകരുടെ മിഴികളെ ഈറനണിയിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇത് കാണുന്നുണ്ടാകും. അദ്ദേഹത്തിന് ഇതിലും നല്ലൊരു ജന്മദിന സമ്മാനം എനിക്ക് നൽകാനില്ല. മെസ്സിയുടെ വാക്കുകളിൽ തന്റെ ഹീറോയോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ച് മെസ്സി പറഞ്ഞ മറ്റൊരു കാര്യം തന്റെ കരിയറിന്റെ അവസാനത്തെക്കുറിച്ചുള്ള സൂചനയായിരുന്നു. തനിക്കിനി ഒന്നും നേടാനില്ലെന്നും താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ലോകകപ്പ് സ്വന്തമാക്കിയതോടെ തന്റെ കരിയർ പൂർണ്ണമായെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസിലെ തിയേറ്റർ ഡു ഷാറ്റലറ്റിൽ മുഴങ്ങിക്കേട്ടത് കേവലം കയ്യടികളായിരുന്നില്ല. അത് വർഷങ്ങളായി പന്തിനെ പ്രണയിച്ച തന്റെ രാജ്യത്തിനു വേണ്ടി ഹൃദയം നൽകിയ ഒരു മനുഷ്യനോടുള്ള ലോകത്തിന്റെ നന്ദി പ്രകടനമായിരുന്നു.